തമിഴന് ഒരു ഐഡിയോളജി ആവശ്യമാണ്. അത് കുറേയൊക്കെ റാഷണലാണ്. ദൈവങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, പക്ഷേ റാഷണൽ തോട്ടിന് EVR പെരിയാറിന്റെ നാടാണ്, അണ്ണാതുരയുടെ നാടാണ്, റാഷണൽ ചിന്തകളുടെ നാടാണ് തമിഴ്നാട്. DMKയുടെ വോട്ട് ബാങ്കിൽ നിന്നും മൈനോറിറ്റി വോട്ടുകൾ പടലം പറഞ്ഞ് വിജയിന്റെ കൂടാരത്തിൽ വന്ന് കയറി. ന്യൂനപക്ഷ വോട്ടുകൾ, ദളിത് വോട്ടുകൾ, പിന്നെ ഫാൻ ക്ലബ്ബുകൾ. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് എത്രയോ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത മമത പോയ വഴിക്ക് പുല്ല് പോലും കിളുന്നില്ല. കേജ്രിവാൾ സൗമ്യമായി പുറത്തിറങ്ങിപ്പോയി. ഇനിയിപ്പോൾ സ്റ്റാലിനാണ് പുറത്തേക്കുള്ള വഴിയിൽ. എങ്ങനെ മുന്നോട്ട് പോകും? വിജയ് വലിയ ഒരു നേതാവായി ഇന്ത്യ മുന്നണിയിൽ വരും. എത്ര കാലം അറിയില്ല. എന്താണ് വിജയന്റെ പ്രത്യയശാസ്ത്രം? പ്രത്യയശാസ്ത്രം ഇല്ലാത്ത ഒരാൾക്ക് BJP എങ്ങനെയാണ് പ്രത്യയശാസ്ത്രപരമായ ശത്രുവാകുന്നത്? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തമിഴ്നാട് രാഷ്ട്രീയത്തിന് പ്രത്യേക വേരുണ്ട്. ആ വേരിൽ പിടിച്ചാണ് തമിഴകം വിധി എഴുതുക എപ്പോഴും. ദേശീയ പാർട്ടികൾക്ക് അവിടെ വേരൂന്നാൻ സാധിക്കാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ്. അവൻ്റേതായ ദേശീയതയുണ്ട്. ദ്രാവിഡ രാഷ്ട്രീയം അവൻ്റെ ചോരയിൽ കലർന്നതാണ്. എന്നാൽ തമിഴ് രാഷ്ട്രീയത്തിൽ പുതുചരിത്രം രചിച്ചുകൊണ്ടാണ് വിജയ് ഉജ്ജ്വല വിജയം സ്വന്തമാക്കിയത്. എന്നാൽ 118 എന്ന മാജിക് നമ്പറിലേക്ക് എത്തുവാൻ വിജയുടെ TVKക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഗവർണർ പറഞ്ഞു, ഭൂരിപക്ഷം തെളിയിക്കാതെ സത്യപ്രതിജ്ഞയ്ക്ക് അനുവാദം നൽകാൻ സാധിക്കില്ല എന്ന്. ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഗവർണറെ വിജയ് ബോധ്യപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. സത്യപ്രതിജ്ഞ നടക്കുമെന്ന് ചുരുക്കം. തമിഴ് രാഷ്ട്രീയത്തിൽ സംഭവിച്ച മാറ്റം എങ്ങനെയാണ് എഞ്ചിനീയർ ചെയ്തെടുത്തത് TVK എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഒപ്പം ഭാവിയിലെ തമിഴ് രാഷ്ട്രീയത്തിലേക്ക് പുതുകക്ഷികളുടെ വരവിന് ഈ വിജയം വഴിയൊരുക്കുമോ എന്നും നമുക്ക് നോക്കാം. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത് വരെ തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയം ആഴത്തിൽ വേരൂന്നിയതാണ്. അവിടേക്ക് ദേശീയ പാർട്ടികൾക്ക് കടന്നു വരാൻ സാധിക്കില്ല. മറ്റു കക്ഷികളിലേക്കൊന്നും തന്നെ ജനങ്ങളുടെ ശ്രദ്ധ പതിയുകയുമില്ല. ADMKയും DMKയും ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയും ഓഫേഴ്സും വാരിക്കോരി നൽകി. പക്ഷേ വിധിയെഴുത്ത് വന്നപ്പോൾ പണമൊന്നും എറിയാതെ ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ച വിജയ്ക്കാണ് വിജയമുണ്ടായത്. TVK, വാട്ട് മൈറ്റ് ഹാവ് വർക്ക്ഡ് ദെയർ? എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും വിജയ്ക്ക് അനുകൂലമായി അവിടെ സംഭവിച്ചത്? പ്രശാന്ത് കിഷോറിൻ്റെ ബുദ്ധിയാണോ, അതോ അതിനപ്പുറം നമ്മൾ കരുതിയതുപോലെ പൊളിറ്റിക്കൽ മൈൻഡ്സ് ഒന്നും തന്നെ ഇല്ല, എക്സ്പീരിയൻസ്ഡ് പൊളിറ്റീഷ്യൻസ് വിജയ്ക്ക് തന്ത്രമെനയുവാനില്ല, ബുദ്ധി ഓതുവാനില്ല? ബട്ട് ആരാണ് അവിടെ വലിയ വിജയം നേടുവാൻ വിജയെ സഹായിച്ചത്? ജനം എന്തുകൊണ്ട് വിജയെ പിന്തുണച്ചു? ഇംഗ്ലീഷിലൊരു സെയിങ് ഉണ്ട്, 1 foot down, ഒരടി താഴെ. ഇതാണ് ഒരു കേന്ദ്രം, ഇത് മറ്റൊന്ന്. ഒരടി വ്യത്യാസം ഉണ്ടാകും. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന തമിഴ് ജനത, തലച്ചോറ് ഉപയോഗിച്ചില്ല എന്ന അർത്ഥത്തിലല്ല, ഹൃദയപരമാണ്. തമിഴ്നാടുകാർ ഒരു രക്ഷകനെ തേടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. MGR രക്ഷകനായി അവതരിച്ചു വെള്ളിത്തിരയിൽ. അതേ രക്ഷകനായി തന്നെ രാഷ്ട്രീയത്തിലിറങ്ങിയ തമിഴ് മുഖ്യമന്ത്രിയായി MGRനെ, അദ്ദേഹം കേരളത്തിൽ ജനിച്ച ആളാണ്, പാലക്കാട് ജനിച്ച മലയാളിയാണ്. മലയാളിയെ നെഞ്ചിലേറ്റിയ തമിഴൻ. രജനീകാന്ത് ഗെയ്ക്വാഡാണ്, മഹാരാഷ്ട്ര കർണാടക വേരുകളുള്ള ഒരാൾ. അദ്ദേഹത്തെ തമിഴകം നെഞ്ചിലേറ്റി. അപ്പൊ തമിഴ് വികാരം എന്നൊക്കെ പറയുന്നത് ശരിയായി അളക്കാൻ കഴിയുന്ന ആർക്കും മനസ്സിലാകും. തമിഴകത്തിൻ്റെ ഒരു മനസ്സ്, അത് അഭ്രപാളികളിൽ നിന്നും ഹൃദയത്തിലേക്ക് നേരിട്ട് സന്നിവേശിപ്പിക്കപ്പെടുന്ന ഒരു ചിന്തയാണ്. അതിനെ മറികടക്കാനാവില്ല. ജയലളിത യുഗം പോയി മറഞ്ഞു. ഉദയനിധി സ്റ്റാലിൻ അത്ര വലിയൊരു നേതാവൊന്നുമല്ല. MK സ്റ്റാലിൻ സിനിമാ താരമല്ല. പക്ഷേ മകൻ ഉദയനിധി വിജയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. അവിടെ ദളപതി ഇതാ പടഹധ്വനി അടിച്ചുകൊണ്ട് ഇതാ വരുന്നു, കടന്നു വരുന്നു. ഗിവ് ഹിം എ ചാൻസ് എന്നതല്ല, നെഞ്ചിലേറ്റ് നടത്തി. ഇത് പോൾസ്റ്റേഴ്സ്, ഞാൻ ഉൾപ്പെടെയുള്ള ഇത് കാണുന്ന ആളുകളും DMKയുടെ ഒരു സംഘടനാ സംവിധാനവും ആ ഒരു ബിൽഡപ്പും എല്ലാം കാണുമ്പോൾ DMK അൺസീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് ചിന്തിച്ചത്. ഭൂരിപക്ഷം കുറയുമെന്നറിയാം, സ്റ്റാലിൻ ലേശം വിയർക്കുമെന്നറിയാം, പക്ഷേ ഭൂരിപക്ഷം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയെടുക്കും, അല്ല എങ്കിൽ DMK ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും. ആ ചിന്തയെ അട്ടിമറിച്ചുകൊണ്ടാണ്
തമിഴ് സൈക്കി അവിടെ പ്രവർത്തിച്ചിരിക്കുന്നു. അവിടെ വിജയിൽ അവരൊരു മോചകനെ കണ്ടു, രക്ഷകനെ കണ്ടു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഭൂരിപക്ഷം എന്ന 118 എന്ന മാർക്ക് 234 അംഗ നിയമസഭയിൽ 118 സീറ്റ് വേണമല്ലോ, അത് ലഭിച്ചില്ല. അത് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനും ആദ്യ സമയത്ത് ഡൽഹിയിൽ ഭൂരിപക്ഷം ലഭിച്ചില്ല എന്ന് ഓർക്കണം. ന്യൂനപക്ഷ ഗവൺമെന്റാണ്. ആകെ ഭൂരിപക്ഷം ലഭിച്ച ആദ്യ തവണ ലഭിച്ചത് NT രാമറാവുവിന് മാത്രമാണ് ആന്ധ്രാപ്രദേശിൽ, അല്ലേ? തെലുങ്ക് ആത്മഗൗരവ 1983 84 തെലുങ്ക് ആത്മഗൗരവ എന്ന് പറഞ്ഞുകൊണ്ട് തെലുങ്ക് വികാരം ഉയർത്തിക്കാട്ടിക്കൊണ്ട് വൻപൻ രഥയാത്ര കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത് NTR ആണ്. രഥയാത്ര പിന്നീടാണ് LK അദ്വാനിയൊക്കെ രഥയാത്രയുമായി അയോധ്യ പ്രക്ഷോഭത്തിന് ഇറങ്ങി തിരിച്ചത്. അപ്പൊ ആ ഒരു കാര്യം നോക്കിയാൽ വിജയ് സ്റ്റാർട്ടഡ് ഫ്രം ദ സ്ക്രാച്ച്. ഒന്നുമില്ലായിരുന്നു. പക്ഷേ കേവലം 2 വർഷം മുൻപ് തുടങ്ങിയ പാർട്ടി ഇപ്പോൾ അധികാരത്തിൽ വന്നു എന്നതിനേക്കാൾ കൂടുതൽ വിജയ് വാസ് ബിൽഡിംഗ് ഓൺ ഹിസ് റെപ്യൂട്ടേഷൻ. ഒരു 10-15 വർഷമായി ജീവകാരുണ്യ പ്രവർത്തനം. സുരേഷ് ഗോപി ഒരു ദിവസം കൊണ്ട് MP ആയ ആളല്ല. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിരന്തരം പ്രവർത്തിച്ച് 2-3 തെരഞ്ഞെടുപ്പൊക്കെ തോറ്റു. അപ്പോഴും അവിടെ വിടാതെ പിടിച്ച് ഉടുമ്പ് പോലെ പിടിച്ച് നിന്നതിൻ്റെ ഒരു പ്രയോജനം. ഈ കന്യകാമറിയാമിൻ്റെ പ്രതിമയിൽ വെച്ചത് സ്വർണ്ണ കിരീടമാണോ ചെമ്പ് കിരീടമാണോ എന്നതിൻ്റെ ആഴതലങ്ങളല്ല ജനം പരിശോധിച്ചത്. മറിച്ച് സുരേഷ് ഗോപി ഫിസിക്കലി അവൈലബിൾ ആയിരുന്നു. അദ്ദേഹം വലിയ രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തു. അതിൻ്റെ മാൻഡേറ്റാണ് അദ്ദേഹത്തിന് അന്ന് ലഭിച്ചത്. ഇന്നത് ലഭിക്കണമെന്നില്ല. തമിഴ്നാട്ടിൽ വിജയിൻ്റെ ഒരു പ്രവർത്തനം ആ രീതിയിലാണ്. അപ്പോൾ അഭ്രപാളികളിൽ നിന്നും ജനജീവിതത്തിലേക്ക് ഇറങ്ങാൻ പറ്റും എന്ന് തമിഴ് മക്കൾ വിശ്വസിച്ചു. അതാണ് പ്രധാനം. പക്ഷെ ഒരു കാര്യം കൂടെ 2 കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഒരു പാർട്ടി ഭരണത്തിൽ വരുമ്പോൾ അടിസ്ഥാനപരമായി വേണ്ടത് എന്താണ്? ഒരു ഐഡിയോളജി. വാട്ട് ഡു ദേ സ്റ്റാൻഡ് ഫോർ? തമിഴക വെട്രി കഴകം ഒന്നാന്തരം ചിഹ്നമുണ്ട്. വിസിൽ പൊടുങ്ങൾ എന്ന് പറഞ്ഞാൽ വിസിലടിച്ച് നല്ല വിഷ്വൽ ഒരു 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 പ്രപഞ്ചമാണ് വിജയ് സൃഷ്ടിച്ചത്. മാത്രമല്ല അരിപ്പൊടി കൊണ്ട് വീടിൻ്റെ മുമ്പിലെല്ലാം കളം വരയ്ക്കണം, അത് വിസിലിൻ്റെ പടം വരയ്ക്കണം എന്ന് പറയുമ്പോൾ ജനഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഇറങ്ങുകയാണ്. പല പല ഗിമ്മിക്കുകളാണെന്ന് നമുക്ക് പറയാം. പക്ഷേ അതെല്ലാം തന്നെ തമിഴ് മക്കൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. അതെല്ലാം പോസിറ്റീവാണ്. പക്ഷെ സംഘടനാ സംവിധാനം ഉണ്ടോ? ഐഡിയോളജി. 2 കാര്യങ്ങളാണ്. ഐഡിയോളജി, വാട്ട് ഡസ് ഹി സ്റ്റാൻഡ് ഫോർ? നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ ദ്രാവിഡ സ്വത്വം. തമിഴന് ഒരു ഐഡിയോളജി ആവശ്യമാണ്. അത് കുറേയൊക്കെ റാഷണലാണ്. ദൈവങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. പക്ഷേ റാഷണൽ തോട്ടിന് EVR പെരിയാറിന്റെ നാടാണ്, അണ്ണാതുരയുടെ നാടാണ്, റാഷണൽ ചിന്തകളുടെ നാടാണ് തമിഴ്നാട്. ആ തമിഴ്നാട്ടിൽ വിജയ് കൊണ്ടുവരുന്നത് ദൈവത്തെ കൂട്ടുപിടിക്കുന്നില്ല, പ്രത്യേകിച്ച് ഇസങ്ങളെ ഒന്നും കൂട്ടുപിടിക്കുന്നില്ല, ദ്രാവിഡ സ്വത്വം എന്ന വാക്ക് കാര്യമായി ഉപയോഗിക്കുന്നില്ല. ഇതെല്ലാം തന്നെ ആവോളം ഉപയോഗിച്ചാണ് ഓരോ പാർട്ടികളും. പിന്നെ പ്രത്യേക സമുദായങ്ങളെ DMK ഉപയോഗിക്കുന്ന പോലെ തേവർ സമുദായം അല്ലെ ഗൗണ്ടർ സമുദായം ഒന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട്, ദളിതരുടെ, അതുപോലെ മൈനോറിറ്റീസിന്, മുസ്ലിം ക്രിസ്ത്യൻ മൈനോറിറ്റീസിൻ്റെ ജോസഫ് വിജയ് എന്ന് വിജയ് സ്വയം വിളിക്കുന്നത് മൈനോറിറ്റി ആയതുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ പേരതായതുകൊണ്ടാണ്. എന്നാൽ കാര്യമായൊരു ക്രിസ്ത്യൻ ഒരു 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 പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടല്ല വിജയ് കാര്യങ്ങളെ കാണുന്നത്. ആർക്കും ഒരു പരിഭവമില്ലല്ലോ. വിജയ് ക്രിസ്ത്യാനിയാണ്, ന്യൂനപക്ഷമാണ്, ആ പരിഭവമില്ല. പക്ഷേ ക്രൈസ്തവർ വോട്ട് ചെയ്തു, ദളിത് വിഭാഗക്കാരൻ വോട്ട് ചെയ്തു. DMKയുടെ വോട്ടാണ് പറഞ്ഞു പോയത്. അതെ, DMKയുടെ വോട്ട് ബാങ്കിൽ നിന്നും മൈനോറിറ്റി വോട്ടുകൾ പടലം പറഞ്ഞ് വിജയിന്റെ കൂടാരത്തിൽ വന്ന് കയറി. ന്യൂനപക്ഷ വോട്ടുകൾ, ദളിത് വോട്ടുകൾ, പിന്നെ ഫാൻ ക്ലബുകൾ, മന്ത്രം അല്ലേ, മക്കൾ, അത് എന്താ പറയുക, വിജയ് മക്കൾ ഇയക്കം, അതാണ് പിന്നെ മന്ത്രങ്ങൾ, അതാണ് ഫാൻ ക്ലബുകൾ. ഈ ഫാൻ ക്ലബുകളൊക്കെ പാർട്ടിയുടെ യൂണിറ്റുകളായി അങ്ങ് മാറുകയാണ്. അത് മതിയാവുമോ എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചു. എനിക്കൊന്ന് ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരിക്കൽ ചോദിച്ചു, ഇത് മതിയാവുമോ? വിജയ് വലിയ ആൾക്കൂട്ടം സ്വീകരിക്കുന്നു, ആൾക്കൂട്ടം ആർജിക്കുന്നു, അല്ലെങ്കിൽ ആൾക്കൂട്ടം കേൾക്കാൻ വരുന്നു, ആൾക്കൂട്ടം വോട്ടായി മാറുമോ? എത്ര പ്രാവശ്യമാണ് നമ്മളെല്ലാവരും, ഞാൻ മാത്രമല്ലല്ലോ, എല്ലാവരും അതല്ലേ ചോദിച്ചത്. അതാണ് ചോദിച്ചത്. എല്ലാവരും ആൾക്കൂട്ടം വോട്ടായി മാറി. ആൾക്കൂട്ടം വോട്ടായി മാറി ഭൂരിപക്ഷത്തിന് തൊട്ട് താഴെ എത്തി. ഇനി എന്ത്? ഇവിടെയാണോ രാഷ്ട്രീയക്കാരൻ ജനിക്കേണ്ടതുണ്ട്. നിലവിൽ വിജയ് ഇപ്പോഴും താരമാണ്. അഭ്രപാളികളിൽ നിന്നും he has to come down to the heat and dust of politics. ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് അദ്ദേഹം വരുമ്പോൾ
നല്ല മെയ്വഴക്കം കാട്ടേണ്ടതുണ്ട്. അതാണ് പൊളിറ്റിക്കൽ അക്യൂമൻ, പൊളിറ്റിക്കൽ പെനാഷെ എന്ന് പറയും. ഇത് കാട്ടേണ്ടതുണ്ട്. ഇത് കാട്ടിയാൽ നമ്പറൊക്കെ ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്നത് 5 കോൺഗ്രസ്സുകാർ അവർ നിവൃത്തികേടിൽ നിൽക്കുകയാണ്. സ്റ്റാലിൻ അടുപ്പിക്കില്ല, കുറെ സീറ്റുകളൊക്കെ കൊടുക്കും. അതും ലുബ്ധ പണ്ടൊക്കെ വാരിക്കോരി കൊടുക്കുമായിരുന്നു കോൺഗ്രസിന്. ഇപ്പോൾ DMK വേല പഠിച്ചു. വോട്ട് ബാങ്ക് ഒക്കെ DMKയുടെയാണ്, കോൺഗ്രസിന്റെ അല്ല. എന്നാൽ ചെറിയ നമ്പർ 5 പേരെ ജയിപ്പിച്ചെടുക്കാൻ ഇന്ത്യ മുന്നണിക്ക്, തമിഴ്നാട്ടിലെ ഇന്ത്യ മുന്നണി, സ്റ്റാലിൻ നയിക്കുന്ന DMK നയിക്കുന്ന ഇന്ത്യ മുന്നണി കഴിഞ്ഞു. ഈ 5 പേരോട് ഹൈക്കമാൻഡ് പറഞ്ഞു, നിങ്ങൾക്ക് ഉചിതമായ തീരുമാനമെടുക്കാം. വൻ ഗാംബ്ലിംഗ് ആണ്. ദുഃഖകാലത്ത്, പീഠകാലത്ത് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്ന ഏറ്റവും നല്ല തോഴൻ, അല്ലെ, ഏഴൈ തോഴൻ ആരാണ്? സ്റ്റാലിൻ. ഈ തോഴൻ ഇപ്പോൾ തൊഴിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. DMK ഔട്ട്, ഇൻ കംസ് TVK. എന്തൊരു വിശ്വാസവഞ്ചനയാണ്! രാഷ്ട്രീയ സദാചാരം. ഇതൊക്കെ ഈ രാഷ്ട്രീയം അനന്തമായ സാധ്യതകളുടെ കലയാണല്ലോ. സദാചാരത്തെക്കുറിച്ചൊക്കെ പറയുന്ന പഴയ ജനറേഷൻ അല്ലേ. പക്ഷെ നമുക്കിത് അതിർത്തിക്ക് ഇപ്പുറത്ത് കേരളത്തിൽ ഇരുന്നു കൊണ്ട് തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ മൊറാലിറ്റിയെക്കുറിച്ച് പറയാൻ എളുപ്പമാണ്. പക്ഷേ കോൺഗ്രസ്സുകാർക്കറിയാം ആ വേദന, മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെടുന്നതിന്റെ വേദന ആവോളം അനുഭവിച്ചു. എത്ര മനോഹരം! വിജയ് ചിലപ്പോൾ 2 മന്ത്രിമാരെ തന്നേക്കാം. 5 പേരും മറുകണ്ഠം ചാടി വിജയിന്റെ പാർട്ടിയോടൊപ്പം മുന്നണി പോലെ പ്രവർത്തിക്കാൻ തയ്യാറാണ്. അപ്പം DMKക്കാർ എന്തു പറയണം? ഇന്ത്യ മുന്നണിക്ക് എന്തു പറ്റും? അതെ, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് എത്രയോ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത മമത പോയ വഴിക്ക് പുല്ല് പോലും കിളുന്നില്ല. കേജ്രിവാള് സൗമ്യമായി പുറത്തിറങ്ങിപ്പോയി. ഇനിയിപ്പോൾ സ്റ്റാലിനാണ് പുറത്തേക്കുള്ള വഴിയിൽ. എങ്ങനെ മുന്നോട്ട് പോകും? വിജയ് വലിയ ഒരു നേതാവായി ഇന്ത്യ മുന്നണിയിൽ വരും. എത്ര കാലം അറിയില്ല. ഒരു ഐഡിയോളജി വേണം. ഇന്ത്യ മുന്നണിയിൽ പ്രവർത്തിക്കുമ്പോഴും കേന്ദ്രത്തോടുള്ള നിലപാടുകൾ ഓർക്കൂ. കോൺഗ്രസ്സുകാർക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. അത് ഇവിടെ നമ്മളായിട്ട് പറഞ്ഞിട്ട് ഇനി കോൺഗ്രസ്സുകാർ അറിയേണ്ടതില്ല. പക്ഷേ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കും. കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, മറ്റന്വേഷണ ഏജൻസികൾ. മടിയിൽ കനം, തരക്കേടില്ലാത്ത കനമുള്ള ആളാണ് വിജയ്, അതിൽ സംശയമില്ലല്ലോ. അപ്പോൾ ഭൂരിപക്ഷമില്ല. രാജേന്ദ്ര അർലേക്കർ എന്ന കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും സംയുക്ത ഗവർണർ 118 സീറ്റുകൾ ഉണ്ടെങ്കിലേ ഭരണത്തിലെത്തൂ, അല്ല എങ്കിൽ താൻ പച്ചക്കൊടി കാട്ടില്ല എന്ന് പറഞ്ഞു വെച്ചു. BJP സഹായിക്കാനൊന്നുമല്ല, ഒരു സീറ്റേ ഉള്ളൂ. BJPക്ക് ഒരു സീറ്റേ ഉള്ളൂ. അത്ഭുതങ്ങളൊന്നും നടക്കാനുമില്ല അവിടെ. പക്ഷേ വിജയന് കേന്ദ്ര സർക്കാരിനെ നമ്പി മാത്രമേ ഒരുപക്ഷേ മുന്നോട്ട് പോകാനൊക്കൂ. നേരെ പറക്കുന്ന ചിറകളൊക്കെയുള്ള വെള്ളക്കുതിരപ്പുറത്ത് നേരെ കയറി അങ്ങോട്ട് തമിഴ്നാട് സെക്രട്ടറിയിലേട്ട് അങ്ങോട്ട് കയറണ്ട, വാതിക്കൽ നിന്ന് ഒന്ന് മയപ്പെട്ടതിന് ശേഷം കയറിയാൽ മതി എന്നാണ് രാജേന്ദ്ര അർലേക്കർ പറഞ്ഞു വെച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെ ഉണ്ട് ഇവിടെ, പറയുന്നില്ല, ഉണ്ട്, ഇവിടൊക്കെ ഉണ്ട്. നോക്കിയും കണ്ടും നിന്നാൽ മിസ്റ്റർ വിജയ് താങ്കൾക്ക് കൊള്ളാം. മുഖ്യമന്ത്രി പദത്തിൽ മുതൽ അമേറ്റർ അല്ലേ, മുഖ്യമന്ത്രി പദത്തിൽ പിടിച്ചിരിക്കണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പോരാ, ജനപിന്തുണ മാത്രം പോരാ. ചില കാര്യങ്ങൾ ഡെമോക്രാസിന്റെ വാള് പോലെ തൂങ്ങി നിൽപ്പുണ്ട്. ഇത് വിജയനും അറിയാം. അതുകൊണ്ടാണ് ഭാവിയിൽ വിജയ് ഹാസ് ടു കീപ് അതർ ഓപ്ഷൻസ് ഓപ്പൺ. BJP സൗഹൃദം ഒന്നും ആവില്ല എന്ന് വിജയ് പറഞ്ഞു കഴിഞ്ഞു. അത് പ്രത്യയശാസ്ത്രപരമായ ശത്രുവാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് വിജയന്റെ പ്രത്യയശാസ്ത്രം? പ്രത്യയശാസ്ത്രം ഇല്ലാത്ത ഒരാൾക്ക് BJP എങ്ങനെയാണ് പ്രത്യയശാസ്ത്രപരമായ ശത്രുവാകുന്നത്? അപ്പോൾ ഇതൊക്കെ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. വിജയനെ രാഷ്ട്രീയമായി മനസ്സിലാക്കാൻ, ഐഡിയോളജിക്കായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു ഐഡിയോളജി ഇല്ലാത്തൊരു ഐഡിയോളജിയെ എങ്ങനെ മനസ്സിലാക്കും? DMKക്ക് ഭാഗികമെങ്കിലും ഒരു ഐഡിയോളജി ഉണ്ട്. ADMKക്ക് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ട്. ആൾക്കൂട്ടം മാത്രം. ഇതെപ്പോൾ ആൾക്കൂട്ടമാണ്. അത് ആൾക്കൂട്ടം ഗവൺമെന്റായി മാറുന്നു. LDFന് പിന്തുണ കിട്ടിയേക്കാം 2 MLA-മാർ, CPI 2 MLA-മാർ, CPM, മുസ്ലിം ലീഗിന് പിന്തുണ ആദ്യം കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. BJP ബാന്ധവം ഇല്ല എങ്കിൽ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. കണ്ടീഷണലാണ്. ഇതെല്ലാം കണ്ടീഷണലാണ്. ഇതെല്ലാം വാരി വലിച്ചു വെച്ചാൽ ഒരുപക്ഷെ കഷ്ടിച്ച 118 ആകും. ഇനി ട്വിസ്റ്റ് അതൊന്നുമല്ല. വിജയനറിയാം ഇവരെന്ന് ചാടിപ്പോയെന്ന് നോക്കിയാൽ മതി. ചെറിയ ചെറിയ കക്ഷികളാണ്. ഓഫറിന്റെ പെരുമഴക്കാലമായിരിക്കും തമിഴ്നാട്ടിൽ. സ്റ്റാലിൻ പറഞ്ഞു, എന്ത് ഗൗരവമായിട്ടാണ് സ്റ്റാലിൻ പറഞ്ഞത്, ഞങ്ങൾക്ക് അനുകൂലമല്ല മാൻഡേറ്റ്. മമതാ ബാനർജിയെ പോലെ അല്ല സ്റ്റാലിൻ. മമത അവിടെ റൈറ്റേഴ്സ് ബംഗ്ലാവിൽ പിടിച്ചിരിക്കുകയാണ്. അയ്യോ, പരാജയപ്പെട്ടാലൊന്ന് ഇറങ്ങി കൊടുക്കണ്ടേ? അത് ജനവിധി അംഗീകരിക്കണ്ടേ? ബാക്കിയൊക്കെ കേസോ വഴക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കോടതിയിൽ പയറ്റിക്കോളൂ. നമുക്കൊരു കോടതിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പക്ഷെ ഇവിടെ ഞാൻ തോറ്റിട്ടില്ല. പക്ഷെ LDF പോലും
ഇങ്ങനെ നുള്ളി നോക്കി. നമ്മൾ തോറ്റോ എന്നൊക്കെ ഒന്ന് നുള്ളി നോക്കി. 35 ഉള്ളല്ലേ, ആ തോറ്റ് കാണാം. ബാക്കി പഠനം നടക്കുമല്ലോ, അടുത്ത 5 വർഷവും പഠനം നടക്കും. അതെ, അത് നടത്തിക്കോളും. പക്ഷേ പഠനം ഒന്നും വേണ്ട, ഞാൻ തോറ്റിരിക്കുന്നു. ഈ മണ്ഡലത്തിൽ കൊളത്തൂർ മണ്ഡലത്തിൽ ഞാൻ തോറ്റിരിക്കുന്നു. കാരണം സ്റ്റാലിനാണ്. ഞങ്ങളുടെ 59 പേരെ മാത്രമേ ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. മുന്നണി ആകപ്പാട് തകർച്ചയുടെ വക്കിലാണ്. തങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നു. വിജയ് മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കട്ടെ. ഓണറബിൾ സ്റ്റേറ്റ്മെന്റ് ബൈ ഓപ്പോസിഷൻ ലീഡർ MK സ്റ്റാലിൻ. ആ ഒരു അന്തസ്, രാഷ്ട്രീയ ജനസിന്റെ ആ ഒരു മഹത്വം അദ്ദേഹം കാണിച്ചിരിക്കുന്നു. പ്രതിപക്ഷത്തിരിക്കുന്നതിന് ഒരു കലയല്ലേ? ശരിയാണ്. പരാജയത്തെ നമ്മൾ എത്ര സമചിത്തതയോടുകൂടി, എത്ര ആർജവത്തോടെ നേരിടുന്നു എന്നതും ഒരു കലയാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ, പക്ഷേ മറ്റൊരു കക്ഷിയുണ്ട്, AIADMK, 47 സീറ്റുകളുമായി വളരെ പിന്നിലാണ്. പക്ഷെ അതിൽ 2 തരം ആളുകളുണ്ട്. വിജയനോടൊപ്പം ചേർന്നുകൊണ്ട് ഭരണത്തിന്റെ നേട്ടങ്ങൾ നുകരാമെന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. വിജയന് പിന്തുണ കൊടുത്ത 40 പേര്. വിജയന് പിന്തുണ കൊടുത്താൽ എന്താ കുഴപ്പം? ആകാശം ഇടിഞ്ഞ് വീഴത്തൊന്നുമില്ലല്ലോ. വിജയന് എന്തിനാ നമ്മൾ ശത്രുവായി കാണുന്നത്? പോസ്റ്റ് ഇലക്ഷൻ കോയലീഷൻ അറേഞ്ച്മെന്റ്. അപ്പൊ പിന്നെ ഇന്ത്യ മുന്നണിയെ വേണ്ട, കോൺഗ്രസിനെ വേണ്ട, CPM CPI 100 കക്ഷികളെ കൈകാര്യം ചെയ്തതിനേക്കാൾ നല്ലത് ADMK ഒരു ജൂനിയർ പാർട്ണറായി. അവർക്ക് ഒരു നേതാവില്ലല്ലോ. EPS ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ജയലളിതയുടെ 7 അയലത്ത് വരുമോ? OPS OPS പോയി കഴിഞ്ഞു, ഇനി EPS ആണുള്ളത്, പളനിസ്വാമി. അവിടെ DMKക്ക് ഒരു ജൂനിയർ പാർട്ണറായി വരാൻ സാധിക്കുമോ എന്നതാണ്. ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് കൊടുക്കാൻ DMK മന്ത്രിസഭയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് പിന്തുണ കൊടുക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നവർ. അറിയില്ല, ഒരു പക്ഷേ നടന്നേക്കാം. നാളെ പറയും വിജയ് കൊള്ളാം, ഞങ്ങളും കൂടെ ചേർന്നാലേ ഒരു ഭരണത്തിന് സ്ഥിരതയുള്ളൂ, ഞങ്ങളൊന്ന് ചേരാം. അധികാരം ആർക്കാണ് സാർ വേണ്ടാത്തത്? ഇതൊക്കെ തമിഴ് സൈക്കയുടെ ഭാഗങ്ങൾ തന്നെയാണ്. തമിഴ്നാടിന് മാത്രമല്ല, എല്ലായിടത്തെയും സൈക്യ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ തമിഴ്നാട്ടിൽ ഇതെല്ലാം നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഇതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നത് എന്താണ്? വീരാരാധന നല്ലതാണ്, മോശമൊന്നുമല്ല. പക്ഷെ വീരാരാധന കൊണ്ട് മാത്രം വികസനം ഉണ്ടാവില്ല. അത് സ്റ്റാലിൻ പറഞ്ഞാണ് ശരി. വികസനം മുന്നോട്ട് പോകുമോ നോക്കട്ടെ. സ്റ്റാലിൻ കൊണ്ടുവന്ന, DMK കൊണ്ടുവന്ന വികസന പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകും. 6 മാസം തങ്ങളൊന്ന് കാത്തിരിക്കും. അതെ. അപ്പം വിജയ് ലിറ്റ്മസ് ടെസ്റ്റ് ആണ്. അഗ്നിപരീക്ഷ ലിറ്റ്മസ് ടെസ്റ്റ് അല്ലേ? ഇതിലൂടെ കടന്നു പോകും. ഒരു നൂൽപ്പാലത്തിലൂടെയാകും അദ്ദേഹം കടന്നു പോകുന്നത്. നമ്പേഴ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുഖ്യമന്ത്രി പദത്തിൽ ഉള്ള വിജയ് ഒരു ഭരണപരിചയം ഇല്ലാന്ന് ഓർക്കണം. പക്ഷേ സാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഭരണപരിചയം ഇല്ലാതെ വിജയം നേടിയെടുത്തു, അതങ്ങനെ സാധിക്കും ഒരു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് പ്രശാന്ത് കിഷോർ ഈ വിജയത്തിന് പിന്നിലുണ്ടായിരുന്നു എന്നാണ്, അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. നമുക്കറിയാം, നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിൽ എത്തുമ്പോൾ ആ പ്രചാരണ വേളയിലൊക്കെ തന്നെ പ്രശാന്ത് കിഷോർ ഒപ്പം ഉണ്ടായിരുന്നു. അന്നൊക്കെ തന്നെ ജനക്കൂട്ടങ്ങളെ വോട്ടാക്കി മാറ്റുവാൻ സാധിച്ചു. അതേ തന്ത്രമായിരിക്കണം ഇവിടെയും പറ്റിയത്, ജനക്കൂട്ടത്തെ വോട്ടാക്കി മാറ്റുവാൻ ഉള്ള തന്ത്രം. ഈ പ്രശാന്ത് കിഷോർ ഒരു ഫാക്ടർ ആയിരിക്കും ഇനി അങ്ങോട്ട് എന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, ഒരു ഏജൻസിയെ വർക്ക് ഏൽപ്പിച്ചതുപോലെ മാത്രമായിരിക്കുമോ? കാരണം നേരത്തെ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ വിജയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ല, പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഇല്ല. പ്രശാന്ത് കിഷോറിനും ഇല്ല. പ്രശാന്ത് കിഷോർ സ്വന്തം നാട്ടിൽ ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ അസ്തിത്വമില്ല എന്ന് പറഞ്ഞ് എത്രയോ ശരിയാണ്. പഴഞ്ചൊല്ലിൽ ബദലില്ല എന്ന് പറയുന്നതൊക്കെ എന്ത് ശരിയാണ്? ഒന്നാലോചിച്ചു. ബീഹാറിൽ പ്രശാന്ത് കിഷോർ മത്സരിച്ചു. എവിടെ? അദ്ദേഹത്തിന്റെ സാന്നിധ്യം എന്താണ്? വിജയ് ഒരു താരമാണല്ലോ. വിജയ് ഇതുപോലല്ലോ. വിജയന്റെ പ്രശാന്ത് കിഷോറിന്റെ തന്ത്രമല്ല, വിജയ് എന്ന പ്രഭാവത്തെ എങ്ങനെ വോട്ടാക്കി മാറ്റിയെടുക്കാം എന്ന തന്ത്രമാണ്. അതുകൊണ്ട് തന്ത്രങ്ങൾ മെനയുന്നവൻ ഒരുപക്ഷെ ഭരണത്തിൽ ഒരുപക്ഷെ സ്ഥാനമില്ല. ഹി മേ നോട്ട് ബി ആൻ അഡ്മിനിസ്ട്രേറ്റർ, ബട്ട് ഹി ക്യാൻ വർക്ക് ബിഹൈൻഡ് ദ സീൻ. ഒരു തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചു കൊടുക്കാൻ മോദി ആദ്യം വിജയിപ്പിച്ചു കൊടുത്തതിൽ BJPക്ക് മാത്രമല്ല തന്ത്രങ്ങൾക്കും ചായ്പേ ചർച്ച ഇങ്ങനെ തുടങ്ങിയത്. മണിശങ്കർ അയ്യർ തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങിയതാണ് ഇത്. തമിഴ്നാട്ടിലെ മയിലാടുതുറയുടെ MP ആയിരുന്നല്ലോ കോൺഗ്രസ്സുകാരനായ മണിശങ്കർ അയ്യർ. അദ്ദേഹം എന്തെങ്കിലും കാരണവശാൽ വിചാരിച്ചോ അദ്ദേഹത്തിൻ്റെ ഒരു വീൺവാക്ക് തമാശക്ക് പറഞ്ഞ ലൈറ്റ് വെയിനിൽ ഇല്ലേ, മോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി, അതൊക്കെ എന്ന് പറഞ്ഞാൽ AICC ഓഫീസിൽ ചായ കൊണ്ട് കൊടുക്കാനുള്ള യോഗ്യതയല്ലേ ഉള്ളൂ അദ്ദേഹത്തിന്. അത്രയ്ക്ക് വില കുറച്ച് മോദിയെ കണ്ടതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. എന്നാൽ പിന്നെ ചായയിൽ നമുക്ക് തുടങ്ങാം. വാദനങ്ങളിൽ ചായ വിറ്റ് നടന്ന ഒരു ബാല്യകാലം. അപ്പം മോദിയുടെ ഒരു പബ്ലിക് PR ഇമേജ് അവിടെ നിന്നുകൊണ്ടാണ് മൈനോറിറ്റി, അതായത് OBC ഐഡന്റിറ്റി, ഒരു സാധാരണക്കാരൻ എളിയവനായ ഒരാൾ ഇതാ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുന്നു. അപ്പം ഇതൊരു
ബലഹീനതയെ ബലമാക്കി മാറ്റിയെടുക്കാൻ തക്ക ചാണക്യതന്ത്രങ്ങളുമായി പ്രശാന്ത് കിഷോർ കത്തിക്കയറിയതിന് പിന്നിൽ തീർച്ചയായും പിന്നെ ഒരു 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 വസ്തുതയുണ്ട്, കാണാനായിട്ടുണ്ട്. മമതാ ബാനർജി എത്തിച്ചു, ബീഹാറിൽ എത്തിച്ചു, പലയിടത്തും എത്തിച്ചു. പക്ഷേ UP-യിൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പാളിയിട്ടുമുണ്ട്. തമിഴ്നാട്ടിൽ വീണ്ടും വിജയിച്ചു. അപ്പം ഇങ്ങനെ കിഷോർ ഇഫക്റ്റ് അല്ലെങ്കിൽ കനകോലി ഇഫക്റ്റ് എന്നൊക്കെ പറയുന്നത്, കേരളത്തിലേതും കനകോലി ഇഫക്റ്റ് എന്ന് കോൺഗ്രസ്സുകാർ പറയുന്ന അത് അത്രയ്ക്കുള്ള കനകോലുവിൻ്റെ ഇഫക്റ്റ് കേരളത്തിൽ പ്രഭാവം ചെലുത്തുന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ തമിഴ്നാട്ടിൽ അത് മറ്റൊരു ഇഫക്റ്റ് വന്നിട്ടുണ്ടാവാം. പക്ഷെ അദ്ദേഹത്തിന് തുടർന്നുള്ള ഭരണത്തിന് എങ്ങനെയാകും എന്ന് പറഞ്ഞാൽ, യു ക്യാൻ ബ്രിങ് ഹോഴ്സ് ടു വാട്ടർ, ഡ്രാഗ് ദ ഹോഴ്സ് ടു വാട്ടർ, ബട്ട് യു cannot make the horse drink unless the horse wants to drink. അല്ലേ? കുതിരയെ എങ്ങനെ ആകർഷിച്ചുകൊണ്ട് വെള്ളത്തിന് സമീപത്തേക്ക് വരണമെന്ന് പ്രശാന്ത് കിഷോറിന് അറിയാം. ആ കുതിര കുളമ്പടിയോടുകൂടി വന്നു, വിജയ് എന്ന കുതിര. വിജയ് എത്രത്തോളം പൊളിറ്റിക്കൽ വാട്ടേഴ്സിൽ ശോഭിക്കും, വെള്ളം കുടിക്കുമോ, അതോ ജനം വിജയിനെ വെള്ളം കുടിപ്പിക്കുമോ, ഇതെല്ലാം ഇത് പ്രശാന്ത് കിഷോറിൻ്റെ കയ്യിലോ തന്ത്രജ്ഞന്മാരുടെ കയ്യിലോ നിൽക്കുന്ന കാര്യമല്ല. ഹി ഹാസ് ടു പെർഫോം. റിയലിസ്റ്റിക് ആകണം, പദ്ധതികളുണ്ടാവണം, നടത്തിപ്പിന് ആളുണ്ടാവണം, കറക്റ്റ് ആളുകളെ വിന്യസിക്കണം, മാനേജ്മെന്റ് ശരിയായിരിക്കണം. അതൊക്കെ കരുണാനിധിക്കും സ്റ്റാലിനും ജയലളിതയ്ക്കും കഴിയുന്നത് പോലെ വിജയിന് കഴിയട്ടെ എന്ന് മാത്രമല്ല നമുക്ക് ആശംസിക്കാൻ പറ്റൂ. തീർച്ചയായിട്ടും. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പുതുമാറ്റത്തിന് വിജയ്ക്ക് സാധിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും നാളത്തെ ഒരു ഇത് വെച്ചിട്ട് പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഹൗ ഡു യു സീ? I can only wish Mr. Vijay and the people of Tamil Nadu all the best because they have spoken. This is the victory of democracy. Yes. It's a victory of numbers. പക്ഷേ അൺടെസ്റ്റഡ് ഒരു കാര്യം, ഒരു പ്രോഡക്റ്റ് പുതിയതായി മാർക്കറ്റിൽ വരുന്നു, നമ്മൾ അതിൻ്റെ ISI സർട്ടിഫിക്കറ്റ് ഒക്കെ അടിച്ചാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അതൊരു കത്തി കണ്ടാൽ അത് എത്ര മൂർച്ചയുണ്ട് എന്ന് മുറിച്ച് നോക്കിയാലേ അറിയൂ. ബ്രാൻഡ് മാത്രം നോക്കിയത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഉപയോഗക്ഷമത എങ്ങനെയാണ് നോക്കി മാത്രമേ ചിന്തിക്കാനാവൂ. ലെറ്റ് us wait and see. Yes, തീർച്ചയായിട്ടും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അതാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഡോക്ടർ മോഹൻ വർഗീസിന് പറയാനുള്ളത്. വിജയം നേടിയിട്ടുണ്ട്, പക്ഷേ ആ മാജിക് നമ്പറിലേക്ക് എത്തിയിട്ടില്ല. അതിലേക്ക് കൊണ്ടുവരുവാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഷ്രൂഡ്നെസ്സിനെ ആശ്രയിച്ചിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ വൈദഗ്ധ്യം അദ്ദേഹം ഭരണത്തിലേക്ക് കൂടി പകർത്തേണ്ടതുണ്ട്. ഭരണം മികച്ചതായാൽ അത് തമിഴ് രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം തമിഴ് ജനത ഒരു മോചനം ആഗ്രഹിച്ചിരുന്നു. അതാണ് TVKയുടെ വിജയത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അവിടെ DMKയുടെ അഴിമതിയോ കെടുകാര്യസ്ഥതയോ ഏകാധിപത്യ രീതിയോ ഒക്കെ തന്നെ കാരണമായിരിക്കാം. ഒപ്പം തന്നെ AIADMKയിലുള്ള വിശ്വാസമില്ലായ്മയും പ്രതിഫലിച്ചിരിക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ആശ്രയമായി വിജയെ കണ്ട് അവർ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിച്ചിരിക്കുകയാണ്. ഇനിയെല്ലാം വിജയുടെ കയ്യിലാണ്. പ്രശാന്ത് കിഷോറിൻ്റെ തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിരിക്കാം. പക്ഷേ ഇനി അങ്ങോട്ട് പെർഫോം ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം വിജയ്ക്ക് തന്നെയാണ്. അവിടെ ധൈര്യസമേതം കൃത്യമായ തീരുമാനങ്ങളെടുത്ത് സത്യസന്ധമായ ഭരണം നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ തീർച്ചയായും വിജയ്ക്ക് വലിയൊരു ചരിത്രം തന്നെയായിരിക്കും തമിഴ്നാട്ടിൽ രചിക്കാൻ സാധിക്കുക. അതിന് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് മോഹൻ സാർ പറഞ്ഞതുപോലെ നമുക്കും ആശംസിക്കാം. വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.